നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMONAS ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഡയബറ്റീസ് ആരിലൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്? എപ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടോയെന്ന് അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്? അത് എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് പ്രായമായവരിൽ മാത്രമല്ല ഇപ്പോൾ കാണുന്നത്, എല്ലാ പ്രായത്തിലുള്ള ആളുകളിലും കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്. എൻ്റെ ശരീരത്തിൽ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ശരീരം പറയുന്നതാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴൊക്കെയാണ് എത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേന്ന് പറയുന്നതാണ് നമ്മുടെ BMI കൂടി വരിക എന്നുള്ളത്. നിങ്ങൾ പലപ്പോഴും BMI കേട്ടിട്ടുണ്ടാകും, 25 മേലെയാണെങ്കിൽ പ്രശ്നമാണെന്നുള്ളത്. ഒരിക്കലും 25 മേലെയുള്ളതല്ല പ്രശ്നമുള്ളത്. നമുക്ക് ഏഷ്യൻസിന് 25 എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഏഷ്യൻസിനെന്ന് പറയുന്നത് 23 താഴെയാണ് വേണ്ടത്. 22.9 വരെയാണ് നമ്മുടെ നോർമലായിട്ടുള്ള BMI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ BMI കൂടി വരും. നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് അല്ല നമുക്കുള്ളതെങ്കിൽ BMI കൂടി വരാറുണ്ട്. അപ്പോൾ BMI കൂടുതലുള്ള ആളുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, പ്രമേഹ രോഗിയാവാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ബെല്ലി ഫാറ്റ് മാത്രം, അമിതവണ്ണത്തിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ചില ആളുകൾ അമിതവണ്ണം ഇല്ലാതെ തന്നെ കുടവയറുണ്ടാകുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകളിലും ഡയബറ്റീസ് ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ PCOD ഉണ്ടാവാമെന്ന് പറയാറുണ്ട്. PCOD ഉള്ള ആളുകളിൽ ഒന്നെങ്കിൽ പാരൻസിന് PCOD ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഡയബറ്റീസോ, അല്ലെങ്കിൽ പാരൻസിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടികളിൽ PCOD ഒക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെഡൻഡറി ലൈഫ് എന്ന് പറയും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി പ്രോപ്പർ അല്ല എന്നറിയുന്ന പല ആളുകളും ഉണ്ടാവും. നമ്മൾ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, അമിതമായിട്ടുള്ള അരിയാഹാരം കൂടുതൽ കഴിക്കുന്ന ആളുകൾ, കൂടുതലായി ഷുഗർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്ന ആളുകൾ, കൂടുതൽ ബേക്കറി പലഹാരങ്ങൾ, സ്വീറ്റ്സ് കൂടുതൽ കഴിക്കുന്ന ആളുകൾ, പഞ്ചസാരയില്ലാത്ത ജ്യൂസുകൾ കഴിക്കാൻ മടിയുള്ള ആളുകളൊക്കെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. BP കൂടുതലുള്ള ആളുകൾ, അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളിലൊക്കെ അതിൻ്റെ കൂടെ കോമോർബിഡിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഷുഗറും കൂടെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതാണ്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സ്ത്രീകളിൽ കൂടുതലായിട്ടുള്ള ചാൻസ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞിട്ടുള്ള PCOD, PCOS ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ പ്രസവത്തിൻ്റെ സമയത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നുള്ള ഒരു അസുഖമാണ്, GDM എന്നുള്ള ആളുകൾക്ക് ആ ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പ്രസവാനന്തരമായിട്ടുള്ള ഷുഗർ ഇങ്ങനെ കൂടിയിരുന്നു, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ പ്രസവം കഴിയുന്നത് വരെയൊക്കെ ഷുഗറിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരുന്ന ആളുകൾക്കാണെങ്കിലും പിന്നീട് ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അവർക്ക് ഫാമിലി ഹിസ്റ്ററി കൂടെ ഉണ്ടെങ്കിൽ, ഒരു പാരൻസിനും കൂടെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ അവർക്ക് അമിതഭാരം ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് 30 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബെല്ലി ഫാറ്റോ അമിതവണ്ണമോ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. നമ്മൾ ചില സമയത്ത് 4 എണ്ണം പറയാറുണ്ട്. ബേസിക് ആയിട്ടുള്ളത് 3 എണ്ണമാണ്. അതിൽ ആദ്യത്തേത് FBS ആണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നമ്മൾ തലേദിവസം 8 മണിക്കൂർ മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. എന്നിട്ട് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്ന സമയത്ത് എത്രയുണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഒരു 120 താഴെയാണോ നോക്കുക. അപ്പോൾ 110നും 120നും ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രീ ഡയബറ്റിക്സ് ചാൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാം. അതേപോലെ തന്നെ PPPS നോക്കുക എന്നുള്ളത്, PPPS നോർമലാണോ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് HbA1c, 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഈ ആവറേജ് ബ്ലഡ് ഷുഗറാണ് എപ്പോഴും ഞാൻ ചെക്ക് ചെയ്യാൻ പറയാറുള്ളത്. കാരണം ഇതുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. കാരണം നിങ്ങൾക്കുള്ള സിംറ്റംസ് ഇതുപോലെ വെയിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, അതെല്ലാ കാര്യങ്ങളും കൂടെയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കൂടെ HbA1cൻ്റെ ലെവലൂടെ നോക്കുവാണെങ്കിൽ ഏത് ലെവലിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഭാവിയിൽ ഇയാൾക്ക് ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പം നമുക്ക് 5.7നും 6.4നും ഇടയ്ക്കുള്ള ആളുകൾ നമ്മൾക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നും, 5.7 താഴെയുള്ള ആളുകൾ സേഫ് സോണിലാണെന്നും, 6.5 മേലെ അല്ലെങ്കിൽ 6.5 മേലേക്കുള്ള ആളുകൾ ഡയബറ്റീസ് ആണെന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഡയബറ്റിക് ആണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ വല്ലപ്പോഴും എങ്കിലും HbA1cൻ്റെ ലെവൽ നിങ്ങൾ എടുക്കണം. വല്ലപ്പോഴും FBS നോക്കിയിട്ട് കാര്യമില്ല. പല ആളുകളോട് നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്തോ നോക്കുമ്പോൾ FBS നോക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ FBS നോക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, HbA1c നിർബന്ധമായിട്ട് നോക്കണം. ഇനി നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞെന്ന് വെച്ചോളൂ. ഷുഗർ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് മെഡിസിൻ കഴിക്കുകയാണോ വേണ്ടത്?
ഒരിക്കലുമല്ല. നിങ്ങളുടെ ഷുഗർ ലെവൽ എങ്ങനെയാണ്, ഒരു തവണ കൂടെ ചെക്ക് ചെയ്ത് നോക്കണോ? നിങ്ങൾ റീസെൻ്റായിട്ട് അധികം ഭക്ഷണം കഴിച്ചത് കൊണ്ടാണോ അന്നത്തെ ഒരു FBSൽ അല്ലെങ്കിൽ PPPSൽ മാറ്റം വന്നത്? നിങ്ങൾ ഏത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്തിട്ടുള്ളത്? ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതാണോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയബറ്റിക് ഏത് ടൈപ്പ് ഡയബറ്റീസ് ആണെന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമാണുള്ളത്, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മെഡിസിൻ എടുക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ ഡയബറ്റീസ് തിരിച്ചറിഞ്ഞ് കുറച്ച് വർഷങ്ങൾ, അത് ആദ്യത്തെ ഒരു 5 ഇയേഴ്സ് ഗോൾഡൻ ഇയേഴ്സ് ആണെന്ന് പറയാറുണ്ട്. കാരണം ആ ഒരു ഇയേഴ്സിൽ നമുക്ക് ഈ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പലപ്പോഴും ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകും. അതെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതശൈലി കംപ്ലീറ്റ് മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾക്കൊരു മെഡിസിനും എടുക്കാതെ തന്നെ നമ്മൾക്കിത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. ചില ആളുകൾ ഡയബറ്റീസിന് മെഡിക്കേഷൻ എടുക്കേണ്ട ഒരു സമയം എത്തിയിട്ടുണ്ടാകും, പക്ഷേ മെഡിസിൻ എടുക്കില്ല. കാരണം വൺസ് എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എടുക്കണമല്ലോ എന്നുണ്ടായതുകൊണ്ട് മാത്രം എടുക്കാതിരിക്കുന്ന ആളുകളുണ്ടാകും. അത് ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ ചെയ്യരുത്. ഡോക്ടർ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത്. ഡോക്ടർ നിർദ്ദേശിക്കാതെ ഒരിക്കലും അത് നിർത്താനൊന്നും ചെയ്യരുത്. അതല്ല, നിങ്ങളുടെ ഭക്ഷണ രീതിയിലൊക്കെ പ്രോപ്പറായിട്ട് മാറ്റമൊക്കെ വരുത്തിയിട്ട് ഷുഗർ കൺട്രോൾഡ് ആണെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിക്കും, ഇത്ര ഇനി മെഡിസിൻ എടുത്താൽ മതി, ഇനി ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത്ര നേരം എടുത്താൽ മതി, ഇനി ഇൻസുലിൻ കുത്തിയേക്കുന്ന ആളുകളാണെങ്കിൽ ഇത്ര കുറച്ചെടുത്താൽ മതി എന്നൊക്കെ പറയും. ആ രീതിയിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചായയിൽ മാത്രം മധുരം ഇടാതിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ജ്യൂസസ് മാത്രം കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ അരിഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അന്നജത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിന് പകരം കോംപ്ലക്സ് ആയിട്ടുള്ള അന്നജങ്ങൾ എടുക്കുക എന്നുള്ളത്, ചെറിയ ധാന്യങ്ങൾ മാക്സിമം നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക. പ്രോപ്പറായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നല്ല പ്രോട്ടീൻ കഴിക്കുക, നല്ല ഫാറ്റുകൾ, നല്ല കൊഴുപ്പുകൾ കഴിക്കുക, ആവശ്യത്തിന് മാത്രം നമുക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും എക്സസൈസൊക്കെ ഫോളോ ചെയ്താൽ മതിയോ എന്നൊക്കെ ഉള്ളത് പ്രോപ്പറായിട്ടുള്ളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.